പ്രധാനപ്പെട്ട ഒരു വാർത്ത. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയോട് ചേർന്ന മുറിയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് കുറ്റക്കാരനാണ് എന്ന് ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മ, ഓർക്കുക, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയോട് ചേർന്നുള്ള മുറിയിൽ നിന്ന് വലിയ രീതിയിലുള്ള നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിരുന്നു. വ്യാപകമായി രാജ്യം അത് ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അഴിമതിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയോട് ചേർന്ന മുറിയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് കുറ്റക്കാരനാണ് എന്ന് ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ സമിതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ രാജിവെക്കേണ്ടതായി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജിവെക്കണം, രാജിവെക്കുന്നില്ല എങ്കിൽ, രാജിവെക്കാൻ തയ്യാറായില്ല എങ്കിൽ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്യും. മാർച്ച് 25-നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചത്. അന്ന് അന്വേഷണം ആരംഭിച്ച സമിതി മെയ് 4-ാം തീയതിയാണ് ചീഫ് ജസ്റ്റിസിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിലെ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയോട് ചേർന്ന മുറിയിലായിരുന്നു. ഈ സംഭവത്തിൽ ജസ്റ്റിസ് കുറ്റക്കാരനാണ് എന്നാണ് ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്.